അനൂപ്, ഇത് 2013 റിനോ ആണ്. തുച്ഛമായ 60,000 കിലോമീറ്ററേ ഓടിയിട്ടുള്ളായിരുന്നു. ഞാനൊരു 2-3 വീഡിയോയ്ക്ക് മുമ്പ് ഒരു കക്ഷിക്ക് കൊടുത്താണ്. അദ്ദേഹം ഗൾഫിൽ പോയ സമയത്ത് അദ്ദേഹം റിട്ടേൺ തന്നിട്ട് പോയി. 2007 സ്വിഫ്റ്റ് പെട്രോള് LXi AC കംപ്ലൈൻറ്റ് ഉള്ളതുകൊണ്ടാണ് കിടക്കുന്നത് കേട്ടോ. 10 രൂപ കൊടുത്താൽ AC ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് സമയം കിട്ടിയില്ല, അത് ചെയ്തതുമില്ല. 2005 മാരുതി 800 ഇഞ്ചക്ടർ AC ആണ്. നല്ല എഞ്ചിൻ, നല്ല ബോഡി, പാച്ച് വർക്കില്ല. 45 രൂപയ്ക്ക് നമുക്ക് ഫൈനൽ വിലയ്ക്ക് കൊടുക്കാം. എന്ത് ഓടിയിട്ടുണ്ട് ചേട്ടാ? 50,000 കിലോമീറ്റർ. അത്ര ഓടിയിട്ടുള്ളൂ? അത്രേ ഓടിയിട്ടുള്ളൂ. പുത്തൻ വണ്ടി എങ്ങനെ ഇരിക്കും അതേ കണക്കിരിക്കും, അകവും പുറമൊക്കെ. ഇതിപ്പം ക്രിസ്മസ് ആയിട്ട് 60 രൂപയ്ക്ക് കൊടുക്കാം. 2007-8 രജിസ്ട്രേഷൻ, 28 വരെ പേപ്പറുണ്ട്. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് തിരുവനന്തപുരം ജില്ലയാണ് കേട്ടോ. തട്ടുപാലം, കല്ലമ്പലം, ഈഞ്ചവിള യൂസ്ഡ് കാസിലാണ് വന്നിരിക്കുന്നത്. ഒരുപാട് ദിവസത്തെ ചോദ്യമായിരുന്നു ഈഞ്ചവിളയിലെ ഒരു വീഡിയോ ചെയ്യുന്നുള്ളത്. അതിൻ്റെ പരിസമാപ്തിയാണ് നമ്മൾ വന്നേക്കുന്നത്. അപ്പം ഇഷ്ടംപോലെ വണ്ടികൾ വന്നിട്ടുണ്ട്. 45,000 രൂപ തൊട്ട് തുടങ്ങുന്ന വണ്ടികളാണ് കിടക്കുന്നത്. 45,000 രൂപ 800 ആണ്. 800, സ്പാർക്ക്, ഓൾട്ടോ, ഫോർഡ്, പിന്നെ ഏതാ സ്വിഫ്റ്റ്, ഇന്നോവ, എസ്റ്റിലോ, ഓൾട്ടോ, അങ്ങനെ കുറേ ഒരു 10-15 വണ്ടിയോളം പുതിയത് വന്നിട്ടുണ്ട്. പിന്നെ 1-2 കഴിഞ്ഞ വീഡിയോയിൽ കണ്ട 1-2 വണ്ടികൾ. അപ്പോൾ ആ വണ്ടികൾ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അതെടുക്കാം, അല്ല പുതിയ വണ്ടികൾ കാണാൻ താല്പര്യപ്പെടുന്നവർക്ക് അതെടുക്കാം. അപ്പം എന്തായാലും ഈഞ്ചവിളയിൽ നിന്ന് വണ്ടി എടുക്കാൻ താല്പര്യപ്പെടുന്ന നിങ്ങൾക്ക് ഏവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് നമ്മളെ മുതലാളിയെ ഒന്ന് ഇങ്ങോട്ട് വിളിക്കാം, വണ്ടികളുടെ വിശേഷങ്ങൾ ചോദിക്കാം. വാ, എത്തിയിട്ടുണ്ടാ? എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. നമ്മളെ ക്രിസ്മസ് ആണ്. എല്ലാവർക്കും ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കുകയാണ് വണ്ടികൾ. ക്രിസ്മസ് ആശംസകൾ കൂടി എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ. ഹാപ്പി ക്രിസ്മസ്. യെസ്. അപ്പം പുതുവത്സരമൊക്കെ വരെയല്ലേ, അപ്പം ഇനി നമ്മൾ ഈ മാസം ഒരു വീഡിയോ കാണത്തില്ല. അപ്പം അവർക്ക് കൊടുക്കാവുന്ന ഓഫറോ അല്ലെങ്കിൽ വിലക്കുറവോ എന്താണ് താങ്കളിൽ നിന്ന്? ഓഫർ എന്ന് പറയുന്ന ഒരു ചതിയാണ്. സത്യത്തിൽ അതാണ്. നമ്മൾ എടുക്കുന്ന വിലയിൽ നിന്ന് എന്തെങ്കിലും മാറി കിട്ടിയാൽ അങ്ങ് കൊടുക്കും, അതാണ് നമ്മുടെ ഓഫർ. ലാഭം അധികം എടുക്കത്തില്ല, അതാണ് നമ്മുടെ ഓഫർ. ഇപ്പോൾ അല്ലാതെ ഓഫർ തരാമെന്ന് പറഞ്ഞ് ഞാൻ വീട്ടിൽ നിന്നൊന്നും കൊണ്ടുവന്ന് ഇതിലേക്ക് കൊടുക്കത്തില്ല. കൊടുക്കും. നമുക്ക് പറയാനുള്ള ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ലാഭം ഏറ്റവും കുറച്ച് എനിക്ക് തരാൻ പറ്റും. അതുപോലെ സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും വേണ്ടിയുള്ള വണ്ടികളാണ് ഇപ്പോൾ ഉള്ളത് ഏറ്റവും കൂടുതൽ. ആദ്യമായിട്ട് എടുക്കാൻ ഉദ്ദേശിക്കുന്നവർ നേരെ വന്ന് എടുത്തുകൊണ്ട് പോയി ഓടട്ടെ, വേറെ ഒന്നും അവർ നോക്കണ്ട, ഞാൻ നോക്കിക്കോളാം എല്ലാ കാര്യവും. അതാണ് അതിൻ്റെ. എഞ്ചിൻ ഗ്യാരണ്ടിയാണ്, ബോഡി ഗ്യാരണ്ടിയാണ്. പിന്നെ ചെറിയ പണികളുണ്ടെങ്കിൽ ചെയ്തു വെക്കണം, ഇത്തിരി പൈസ കൈ കരുതി വെക്കണം, ഇത്രയൊക്കെ ഉള്ളൂ. വേറെ കിടക്കാം. ഈ എസ്റ്റിലോ എന്ന് പറഞ്ഞ വണ്ടി നമ്മൾ കഴിഞ്ഞ 2 വീഡിയോയിലും ഉണ്ടായിരുന്നു. ഇത്തവണ അത് പ്രമാണിച്ച് ക്രിസ്മസ് പ്രമാണിച്ചും 2 വീഡിയോയിൽ ഉണ്ടായിരുന്ന വണ്ടി എന്നുള്ള നിലയിൽ ഇതിനെന്തെങ്കിലും LXi വണ്ടി അതിപ്പം പഴയ വീഡിയോ വെച്ച് 10 രൂപ കുറച്ച് 1.5 അത് ഫൈനൽ ചെയ്ത് കൊടുക്കാം. എത്ര ചോദിച്ചു? 1.15 പിന്നെ 1.10 ഇപ്പോൾ 1.5. ഒരു പാർട്ടി അഡ്വാൻസ് തന്നിട്ടിരുന്നതാണ്, എന്നിട്ട് അത് എടുക്കാതെ പോയി. അങ്ങനെ 3-4 വണ്ടികളുണ്ട് നമ്മൾ. അതിനുണ്ട് അഡ്വാൻസ് ആയ വണ്ടികളായിരുന്നു, ചില എടുക്കാതെ അത് നമ്മൾ വരണുണ്ട്. അങ്ങനെയുള്ളതൊക്കെ പെൻഡിങ്ങുള്ളൂ, അല്ലാതെ ഒന്നും പെൻഡിങ്ങില്ല. പിന്നെ AC ശരിയല്ലാത്തതുകൊണ്ട് ഒരെണ്ണം പോവാതെ കിടപ്പുണ്ട്. അങ്ങനെയുള്ളൂ. ഇത് AC ശരിയാക്കി കൊടുക്കുമോ? സമയം കിട്ടുന്നില്ല. പിന്നെ സനൂപ് കാണുന്നില്ലേ, ഞാൻ ഇപ്പോഴാണ് ഇവിടെ എത്തിയത്. കാലത്ത് 9 മണിക്ക് പോയതാണ്, ഇപ്പോഴാണ് ഇവിടെ. ഞാൻ ഇപ്പോൾ വന്നപ്പോൾ വെർണയ്ക്ക് ഒരാൾ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. തന്നെയല്ലേ? വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടികളുടെ വിശേഷങ്ങളിലേക്ക് പോവാം. എല്ലാം അത്യാവശ്യം നല്ല വണ്ടികളാണ് കിടക്കുന്നത്. ഏറ്റവും കുറഞ്ഞ വണ്ടികളിലും നല്ല വണ്ടികളാണ് കിടക്കുന്നത്. അപാകതകളില്ലെന്നല്ല, എന്തെങ്കിലുമൊക്കെ ചെറിയ അപാകതകൾ കാണും, അത് ചെയ്തെടുക്കണം. അത് പറഞ്ഞു തരും. എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ പറഞ്ഞു തരും. എഞ്ചിന്റെ കാര്യത്തിൽ ഗ്യാരണ്ടി തരും, ബോഡിയുടെ കാര്യത്തിൽ. ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ, ഈ ബോഡി എഞ്ചിനൊക്കെ ഓക്കെ. ഈ പഴയ വണ്ടി ആയതുകൊണ്ട് ഞാൻ മുതലാളി എന്ന നിലയിൽ താങ്കളോട് ഞങ്ങൾ ചോദിക്കുന്നതാണ്, അണ്ടർ ബോഡി അങ്ങനെ നോക്കിയാണ് എടുക്കുന്നത്. വളരെ ആദ്യം അടുത്തേലൊക്കെ ചെറിയ കംപ്ലൈന്റുകൾ വന്നത് പറയുന്നത് മുമ്പ് വാരി പിടിച്ചുള്ള കച്ചവടമല്ലായിരുന്നു, ഇപ്പൊ നോക്കിയെടുത്തുള്ള കച്ചവടം. അണ്ടർ ബോഡി എന്തെങ്കിലുമൊക്കെ ചെറിയ ഒരു പാച്ച് വർക്ക് ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു 1.8 അത്രേ, അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ചെറിയ അല്ലാതെ ഈ സസ്പെൻഷൻ പിടിക്കുന്ന ഭാഗത്ത്, സസ്പെൻഷൻ നമ്മൾ ഫിറ്റ് ചെയ്യുന്ന ഭാഗത്ത് പാച്ച് വർക്ക് വന്നാൽ അത് വലിയ വിഷയമാണ്. അതൊന്നും ഉണ്ടാവില്ല, വലിയ വേറെ വിഷയങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പം അത്ര ശ്രദ്ധിച്ചാണ് എടുക്കുന്നത്. 2-3 വണ്ടികൾ കണ്ടാലെല്ലാം പാച്ച് വർക്കുള്ളതൊന്നും എടുത്തിട്ടില്ല. അപ്പം അന്നിപ്പോൾ എടുത്തോണ്ട് നല്ല ക്ലീൻ വണ്ടിയാണ് അല്ലേ? സ്പാർക്ക് നല്ല പുതുപുത്തൻ കണക്കിരിക്കുന്നത് കൊണ്ടുവന്നതേ ഉള്ളൂ. അപ്പം കാര്യങ്ങളിൽ നിങ്ങൾക്ക് പറ്റിക്കപ്പെടത്തൊന്നുമില്ല ഇവിടെ നിന്ന് വണ്ടി എടുത്താൽ എന്നുള്ളൊരു ഉറപ്പ് തന്നെയാണ്. അപ്പം നമുക്ക് വണ്ടികൾ നോക്കാം. ഓക്കെ, ഈ നിൽക്കുന്നത് നമ്മൾ ഇവിടെ വണ്ടി എടുത്തോ? ഇവിടെ ഒരു സ്വിഫ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം എന്തെടുക്കാനാണ്? ഞാനൊരു വണ്ടി എടുത്തായിരുന്നു എനിക്ക് വേണ്ടി. അപ്പം എൻ്റെ ചേട്ടൻ വരുന്നുണ്ട് ഗൾഫിൽ. പുള്ളിക്ക് ഒരു വണ്ടി വേണമെന്ന് പറഞ്ഞ് അങ്ങനെ നോക്കാനിറങ്ങിയാണ്. നല്ല വണ്ടി ഉണ്ടെങ്കിൽ കടന്നാണ് എടുത്ത വണ്ടി
അപ്പോൾ നല്ലൊരു വണ്ടി ഉണ്ടെങ്കിൽ ഇക്ക വിളിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇക്ക വരാൻ പറഞ്ഞു, ഈ ടൈം ആകുമ്പോൾ ഇങ്ങോട്ട് വാ, നല്ല വണ്ടി നോക്കി എടുത്ത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വണ്ടി നോക്കാനായിട്ട് ഇങ്ങനെ ഇറങ്ങിയാണ് ഞാൻ. എങ്ങനെയുണ്ട് ഇവിടുത്തെ സർവീസൊക്കെ എല്ലാം നല്ല ഞാൻ എടുത്ത വണ്ടിയൊക്കെ എല്ലാം നല്ല സൂപ്പർ വണ്ടിയാണ് എനിക്ക് കിട്ടിയത്. ഒരു വണ്ടി നല്ല വണ്ടിയാണ് എനിക്ക് ഇക്കാന്ന സ്വിഫ്റ്റ് നല്ല വണ്ടിയായിരുന്നു. അത് ഇപ്പോഴും ഒരു കുഴപ്പമില്ല, ഇപ്പോഴും ഞാൻ വെച്ച് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിശ്വസിച്ച് ഇവിടുന്ന് ധൈര്യമായിട്ട് എടുക്കാം. എന്തുണ്ടെന്ന് ഇക്കാന്ന് കണ്ടാൽ മതി, ധൈര്യമായിട്ട് ഇവിടുന്ന് ധൈര്യമായിട്ട് വിശ്വസിച്ചെടുക്കാം. 2005 മാരുതി 800 ഇഞ്ചക്ടർ AC ആണ്. നല്ല എഞ്ചിൻ, നല്ല ബോഡി, പാച്ച് വർക്കില്ല. 45 രൂപയ്ക്ക് നമുക്ക് ഫൈനൽ വിലയ്ക്ക് കൊടുക്കാം. ഓണർഷിപ്പ് എത്രയാണ്? ഇതിനൊക്കെ ഓണർഷിപ്പ് ആരാ നോക്കുന്നത്? നല്ല വണ്ടിയാണെന്നേ നോക്കും, അതിനൊക്കെ കാര്യമില്ല. ഓണർഷിപ്പ് 3ാമത്തെ ഓണർഷിപ്പ്. 3. സീറ്റ് മാത്രം ഒരു ചെറിയ വ്യത്യാസം. ഇതങ്ങ് സീറ്റ് അവർ AC ഉണ്ട്, പിന്നെ കൂളിംഗ് AC ഒക്കെ വർക്ക് ചെയ്യുമോ? ടയറെല്ലാം അത്യാവശ്യം കൊള്ളാം, നല്ല കൂളിംഗ് AC. ബാക്ക് ടയേഴ്സ് കാര്യങ്ങളെല്ലാം ആവറേജ് ടയേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. റീപ്ലേസ്മെൻറ്റ്സ് ഇത്രയും പഴയ വണ്ടിയിൽ ചോദിക്കുന്നതിൽ അർത്ഥമില്ലെന്ന് കസ്റ്റമേഴ്സായിട്ടുള്ളവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കാത്തത്. കുഴപ്പമൊന്നുമില്ലാത്ത നല്ല വണ്ടി, പഴയ വണ്ടിയാണെങ്കിലും വലിയ ഇഞ്ചക്ടർ വണ്ടിയാണ്, AC ഉണ്ട്, കാണുന്നില്ല. ഫ്ലോർ മാറ്റും കാര്യങ്ങളെല്ലാം അടിച്ചിട്ടിട്ടുണ്ട്. ഡോർ പാഡ് നോക്കുകയാണെങ്കിലും അതൊക്കെ നല്ല വൃത്തിയായിട്ടാണ് ഇരിക്കുന്നത്. വലിയ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഈ വർഷത്തിൻ്റെ പഴക്കത്തിൻ്റെതായ ചെറിയൊരു ഉടവുണ്ട്. അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ വണ്ടി കാണാനൊക്കെ കൊള്ളാം, വൃത്തിയുണ്ട്. 45,000 രൂപ അല്ലേ? 45 രൂപ. അത് എന്തെങ്കിലും കുറയുമോ? അത് ഫൈനൽ വിലയാണ് വരുന്നവർക്ക്. 55 രൂപയൊക്കെ ചോദിക്കും, 50, 45 രൂപയ്ക്ക് കൊടുക്കാം. ഏറ്റവും കുറഞ്ഞുള്ള വിലയല്ലേ ചോദിക്കേണ്ട. ഓക്കെ, അടുത്ത പറഞ്ഞു. സ്പാർക്ക് താണ്ട് സനു വന്നേ പിന്നെ കൊണ്ടുവന്നിട്ടാണ്. നല്ല ക്ലീൻ വണ്ടി, ഒരു പോറല് പോലും ഇല്ല. 2010 വണ്ടിയാണ് കേട്ടോ. ഓണർഷിപ്പ് ഒരു 4 മാസം കഴിഞ്ഞ് റീടെസ്റ്റ് ചെയ്യേണ്ടി വരും. 3ാമത്തെ ഓണർ. ഓണർഷിപ്പ് ബുക്ക് എൻ്റെ ഇരിക്കുന്നു. 3ാമത്തെ ഓണർ. നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങളുണ്ട്, ഫ്ലോർ മാറ്റ് കാര്യങ്ങൾ അടിച്ചിട്ടുണ്ട്. AC ഒക്കെ വർക്ക് ചെയ്യുമല്ലോ? ആ AC നിലവിൽ എടുത്തിട്ട് വന്നതേ ഉള്ളൂ. കൂളിംഗ് കുറവ് കാണിക്കുന്നു. ലീക്ക് എന്തെങ്കിലും ഉണ്ടാവുമെന്ന് അറിയില്ല. അത് ഏതൊക്കെയാലും നാളെ ശരിയാക്കും കേട്ടോ. ശരിയാക്കുമ്പോൾ ആ പൈസ കൂടെ 55 രൂപയ്ക്ക് കൊടുക്കും. 55,000 രൂപ. നല്ല വണ്ടി, ഓടിക്കാനൊക്കെ നല്ല സുഖം. ഞാനൊരു 10-30 കിലോമീറ്റർ ഓടി കൊണ്ടുവന്നതാണ്, ഒരു കുഴപ്പമില്ല. ഫ്ലോർ മാറ്റും കൊള്ളാം. സീറ്റ് കവേഴ്സ് ഒക്കെ ആവറേജ് ഒരു സീറ്റ് കവേഴ്സ് കാര്യങ്ങളാണ്. കഴിവില്ല, കൊണ്ടുവന്നതേ ഉള്ളൂ. റീപ്ലേസ്മെന്റ്സ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ്സ് ആയിട്ട് എന്തെങ്കിലും? ഗ്ലാസ് ഒന്നും മാറിയിട്ടില്ലല്ലോ. മാറിയിട്ടില്ല. ഇത് ഡീസലാ പെട്രോളാ? പെട്രോള്. സ്പാർക്ക് എല്ലാം പെട്രോളാണ്. നല്ല എഞ്ചിൻ, സസ്പെൻഷൻ അടിയില്ല, ഗിയർ ബോക്സ് കൊള്ളാം, അടിയിൽ പാച്ച് വർക്കില്ല, നല്ലോണം നോക്കിയിട്ടുണ്ട്. ടെസ്റ്റിൻ്റെ സമയത്ത് ടാക്സ് മാത്രം എടുത്താൽ മതി. ഇൻഷുറൻസ് പുതിയതാണ്. ആ, നല്ല വണ്ടി. ടെസ്റ്റ് വെറുതെ അല്ല ചെയ്യുന്നത്, പിന്നെ നമുക്ക് 5 വർഷം നമുക്ക് കൂളായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ടെസ്റ്റും ഫീസും ടാക്സും മാത്രമേ ടെസ്റ്റിൻ്റെ സമയത്താവും. പെയിൻറ്റ് ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട. നല്ല വണ്ടി, ഒരു പോറൽ പോലും ഇല്ല. ഇത് സിംഗിൾ ഓണർ ആൾട്ടോ, 60,000 കിലോമീറ്റർ. ഏത് വർഷം? 2007-8 രജിസ്ട്രേഷൻ, 28 റീടെസ്റ്റ്. 28 വരെ ഉണ്ട്. 28 വരെ പേപ്പറുണ്ട്. 2007 മോഡൽ, 8 രജിസ്ട്രേഷൻ. എന്ത് ഓടി? 60,000 കിലോമീറ്റർ, സിംഗിൾ ഓണർ. 60,000 കിലോമീറ്റർ ഒക്കെ ജെന്യുവനാണ്. എല്ലാ വണ്ടിയൊക്കെ കിലോമീറ്ററുകൾ എഴുതിയാണ് വാങ്ങുന്നത്, അതുപോലെ എഴുതി കൊടുക്കും. അങ്ങനെയൊക്കെ ഉണ്ട്. എല്ലാ വണ്ടികളും അങ്ങനെയാണ്, പണ്ടുതൊട്ടേ അങ്ങനെയാണ്. ഇത് AC പവർ സ്റ്റിയറിംഗ് മാത്രമല്ലേ ഉള്ളൂ? AC പവർ സ്റ്റിയറിംഗ്. സെൻട്രലോ കൊണ്ടുവന്നാണ് തോന്നുന്നു. സീറ്റ് കവേഴ്സ് കാര്യങ്ങൾ ഫ്രണ്ടിൽ മാത്രമേ കണ്ടോളൂ. അല്ല, സീറ്റ് കവർ ഫ്രണ്ട് ബാക്കൊക്കെ ഒരേ കണക്കെ തന്നെ. അത് സാധാ സീറ്റ് കവർ അല്ലേ? കമ്പനി കവർ. അതെ. ടയേഴ്സ് ഒക്കെ ഉണ്ട്, അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളുണ്ട്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ലല്ലോ. 2007 ഗ്ലാസ്സാണ് കിടക്കുന്നത്. കുഴപ്പമൊന്നുമില്ല. എത്ര ചോദ്യം? 95 രൂപയ്ക്ക്. 95 ലാസ്റ്റ് പ്രൈസാ? ലാസ്റ്റ് പ്രൈസാണത്. ഇവിടെ വരുന്നവർക്ക് 1 രൂപ 1.5 അങ്ങനെ ചോദ്യമുണ്ട്. 2013 ലാസ്റ്റ് ഫോർഡ് ഫിഗോ. നല്ല ടയറാണ്. ടച്ചും പോളിഷും ഒന്നും ചെയ്തിട്ടില്ല കേട്ടാ. ചെയ്യാനുണ്ട്. ടച്ചും പോളിഷും ഒക്കെ ചെയ്ത് 1.25 കൊടുക്കും കേട്ടോ. 1.25. ഡീസൽ അല്ലേ? ഡീസൽ. അതെ. എന്താ ഓടിയിട്ടുണ്ട്? അത് 1 സംതിങ് ഓടി. അപ്പോൾ ടൈമിംഗ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അതൊക്കെ മാറിയിട്ടുള്ളതാണ്. റെഗുലർ കമ്പനി സർവീസ് വണ്ടി, സിംഗിൾ ഓണർ. ഓക്കെ. വണ്ടി കാണാനൊക്കെ കുഴപ്പമില്ല, നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാക്ക് സൈഡ് നോക്കിയാലും വണ്ടി കാണാനൊക്കെ വൃത്തിയായിട്ടിരിപ്പുണ്ട്. വേറെ കംപ്ലൈൻസ് കാര്യങ്ങളൊന്നും ഒന്നുമില്ല. നല്ല വണ്ടി, ഇഞ്ചക്ടർ എല്ലാം മാറിയ നല്ല വണ്ടി. AC ഒക്കെ പക്കയാണ്. AC ഒക്കെ പക്ക.
എല്ലാം പക്കാണ്. കിലോമീറ്റർ ഒരു 20 കിട്ടാവുന്ന രീതിയിലുള്ള ഒരു വണ്ടി. 20 മേളിൽ കിട്ടും. അതാണ് എൻ്റെ. എത്രയായിരുന്നു ചോദ്യം? 1.25. 1.25 ലാസ്റ്റ് പ്രൈസ്. അതെ, ലാസ്റ്റ് പ്രൈസ്. ഓക്കെ. ടയേഴ്സൊക്കെ ഒരു അത്യാവശ്യം സർവീസ് ചെയ്യുക ഒന്നും ചെയ്തില്ല, കൊണ്ടുവന്നതേ ഉള്ളൂ. 2011 ലാസ്റ്റ് അൾട്ടോ LX. എൻ്റെ ഓടിയിട്ടുണ്ട് 90 സംതിങ് ഓടി. 90 ഓടി. ഓണർഷിപ്പ് തേർഡ് ഓണർ. ഓക്കെ. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും 2011 LX ആണ്. ഒന്നുമില്ല, റീപ്ലേസ് ഒന്നുമില്ല. 95 രൂപയ്ക്ക് കൊടുക്കാം. 95 രൂപയ്ക്ക് LX. ഇതിലെന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ആക്കി കൊടുക്കാം. അഡ്ജസ്റ്റ്മെന്റ് ഇത് ചെയ്ത് കൊടുക്കാം. ഫ്ലോർ മാറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്നുമില്ല. തുടക്കാത്തോണ്ടാണ്, സർവീസ് ചെയ്യാത്തോണ്ടാണ് കേട്ടോ. തുരുമ്പ് കാര്യങ്ങളൊന്നുമില്ല. ഇനി ഇതിന്റെ പേപ്പേഴ്സ് ഒക്കെ ഇനി എത്ര നാളുണ്ട്? 2026 ലാസ്റ്റ് വരെ കാണും. 2011 വണ്ടിയാണ്. LX AC മാത്രമുള്ള വണ്ടി. ഈ പവർ സ്റ്റിയറിംഗ് ഇല്ല. പവർ സ്റ്റിയറിംഗ് ഉള്ള 2011 130 ആ റേഞ്ച് വില വരും. നമുക്കൊരു 92 രൂപയ്ക്കായാലും കൊടുക്കാം. 92,000 രൂപ. വണ്ടി ഓവറോൾ കാണാനൊന്നും വലിയ മിസ്റ്റേക്ക് കാര്യങ്ങളൊന്നും കാണുന്നില്ല. അതുപോലെ തുരുമ്പ് പ്രശ്നങ്ങളൊന്നുമില്ല. ടയറൊക്കെ ഏകദേശം ആവറേജ് ടയേഴ്സ് കാര്യങ്ങൾ കിടപ്പുണ്ട്. അത്യാവശ്യം നല്ല ടയറാണ്. നല്ല ടയറുണ്ട്. ഇന്നോവ 2005 അവസാനം വണ്ടി. പുതിയ ഇൻഷുറൻസ് അടുത്ത വർഷം അവസാനം റീടെസ്റ്റ് വരും. G3 വണ്ടിയാണ്. AC-യും പവർ സ്റ്റിയറിംഗും. സൺറൈസ് ചെയ്തിട്ടുണ്ട്. 2 പവർ വിൻഡോ ചെയ്തിട്ടുണ്ട്. നല്ല വലിയ LCD ഇരിപ്പുണ്ട്. 4 അലോയ്സ് ഉണ്ട്. ടയർ ആവറേജ് താഴെയുള്ളൂ കേട്ടോ. ആ ഒരു നല്ല സൂപ്പർ എഞ്ചിനാണ്. കൂടി LCD ഉണ്ട്. റീപ്ലേസ്മെന്റ്സ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ആക്സിഡന്റ് അല്ല വണ്ടി. തട്ടുമുട്ടൊന്നും ഉള്ളതല്ല. പവർ വിൻഡോസ് ഒക്കെ സെപ്പറേറ്റ് ചെയ്തതല്ലേ? സെപ്പറേറ്റ് ചെയ്താണ്. ഗ്ലാസ് മാറിയിട്ടില്ല. വണ്ടിക്കാകും ഒക്കെ കൊള്ളാം. ആക്സിഡൻ്റൊന്നുമില്ല. കുറഞ്ഞ ഇനോവയല്ലേ. നല്ല എഞ്ചിനും ബോഡിയൊക്കെ നല്ല. ഒന്ന് ടച്ച് പോളിഷ് ചെയ്യാണ്ട് നാളെ ചെയ്ത് 2.5 രൂപയ്ക്ക് കൊടുക്കാം. 2.5. വണ്ടിക്കാകെ നല്ല വൃത്തിയുണ്ട് കാണാൻ. കൊള്ളാം. സർവീസ് ചെയ്തിട്ടില്ല. സർവീസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടിയൊക്കെ വൃത്തിയാവും. 4 അലോയ്സ് ഉണ്ട്. LCD ഉണ്ട്. എന്തോ ഓടി 2.5 ഓടി. 2 പവർ വിൻഡോ ഉണ്ട്. ഒറിജിനൽ കേരള ആണ്. ഒറിജിനൽ കേരള അല്ല. എന്തോ കിലോമീറ്റർ ഓടി? 2.5 ലക്ഷം. 2.5 രൂപയ്ക്ക് കൊടുക്കാം. 2.5 ലക്ഷം ഓടിയ വണ്ടി 2.5 ലക്ഷം രൂപയ്ക്ക്. ഓണർഷിപ്പ് എത്രയാണെന്നറിയാമോ? ഓണർഷിപ്പ് 3. തേർഡ് ഓണർഷിപ്പ്. അലോയ്സ് ആണ്. ടയർ ആവറേജിലും ഒരു സ്വപ്പ കൂടെ താഴെയാണുള്ളത്. 4 ടയറും ഒരേ കണക്കാണ്. ചെറിയ ടച്ചിങ് ഒക്കെ ഉള്ളത് ചെയ്ത് ആ വിലയ്ക്ക് കൊടുക്കാം കേട്ടോ. വണ്ടി നല്ല വൃത്തിയാവും ചെയ്തിറക്കുമ്പോഴേ. ഇത് ലോണൊന്നും കിട്ടത്തില്ലല്ലോ? ലോണൊന്നും കിട്ടത്തില്ല. i10 ഓട്ടോമാറ്റിക് 2010 12 മാസം. i10 ഓട്ടോമാറ്റിക് 2010 12 മാസം. തേർഡ് ഓണർ 75,000 കിലോമീറ്റർ. ടയറെല്ലാം പുതിയ ടയർ. ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും എല്ലാം നല്ല വൃത്തി. 4 ഡോർ പവർ വിൻഡോ. സ്പോർട്സ് ഓട്ടോമാറ്റിക് ആണല്ലേ? സ്പോർട്സ് ഓട്ടോമാറ്റിക്. വണ്ടി i10 1,80,000 രൂപ ഫൈനൽ വിലയ്ക്ക് കൊടുക്കാം. നല്ല വണ്ടി. ഓട്ടോ പവർ വിൻഡോ, മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ ഡോർ പാഡിൻ്റെ രീതി നോക്കിയാലും വണ്ടി ആക്സിഡൻറ്റ് വണ്ടിയല്ല. പാച്ച് വർക്കില്ല. ഗിയർ ഓട്ടോമാറ്റിക്കാണ്. എഞ്ചിൻ പക്ക എഞ്ചിൻ. ബാക്ക് സൈഡ് നോക്കിയാലും നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫ്ലോർ മാറ്റ് കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട്. ടയേഴ്സൊക്കെ ആവറേജിന് ഒരു ലെവലിൽ നിൽപ്പുണ്ട്. റീപ്ലേസ്മെൻറ്റ്സ് ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. എത്ര ചോദ്യം? ഇല്ല, 1.80 കൊടുക്കാൻ പറ്റും. 1.80. i10 സ്പോർട്സ് കൂടിയ വണ്ടിയാണ്. ജസ്റ്റിൽ 2 വീഡിയോയിൽ ഉണ്ടായിരുന്ന വണ്ടിയാണ്. ഇതുവരെ പോയിട്ടില്ല. ഒരാൾ അഡ്വാൻസ് തന്ന് കുറച്ചോളം ഇട്ടിരുന്ന് അങ്ങനെയാണ് കിടപ്പായത്. ഇത് 1,05,000 രൂപയ്ക്ക് കൊടുക്കാം. 2007 വണ്ടി. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ ഉള്ള നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി. ഞാൻ കൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് പോകാത്തതെന്നാണ് പറയുന്നത്. സനൂപിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടിയല്ലായിരുന്നു. എന്നിട്ടും കണ്ടോ, സനൂപിന് ഇഷ്ടപ്പെടുന്ന കല്ല കാര്യങ്ങളൊന്നും മനസ്സിലായില്ലേ? നല്ല ക്ലീൻ വണ്ടി. ഇതൊക്കെ എടുത്തോണ്ട് ഓടുന്ന ജോലി മാത്രമേ ഉള്ളൂ. ഇതെല്ലാം കാണുന്നത് വിശ്വസിച്ച് പറയുക എന്നുള്ള രീതി ഞാൻ പറഞ്ഞാണ്. നല്ല വണ്ടികളൊക്കെ ചെറിയ പണികളൊക്കെ വരത്തുള്ളൂ. അല്ലാതെ മേജർ ഇഷ്യൂസ് ഒന്നും ഇതിനൊന്നും വരത്തില്ല. തുരുമ്പ് കാര്യങ്ങളൊന്നും ആ രീതിയിലൊന്നും ഒരു കുഴപ്പമില്ല. നല്ല വൃത്തിയായിട്ടില്ല. പിന്നെ എന്താണ് പോകാത്തതെന്ന് എനിക്കും അറിയൂടാ. ഈ കാണുന്നവരെ കണ്ണിൽ വില കൂടിപ്പോയെന്നായിരിക്കും. അല്ലെങ്കിൽ ഈ ഗോൾഡൻ കളർ എല്ലാവർക്കും ഇഷ്ടപ്പെടത്തില്ല. ഒരു പോറല് പോലും ഇല്ല. എത്ര ചോദിക്കുന്നത്? 1.5 1.5 കൊടുക്കാം. ലാസ്റ്റ് പ്രൈസ് ആണ് 1.5.
കഴിഞ്ഞ 2 വീഡിയോയിൽ വന്നിട്ട് പോകാത്തതിൻ്റെ പേരിൽ 10 രൂപ കുറച്ചിട്ടാണ് ഇപ്പോൾ പറയുന്നത്. 2010 LXi ആൾട്ടോ എന്ത് ഓടിയിട്ട് 90 ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് ടയറെല്ലാം 3 കിലോമീറ്റർ ഒക്കെ ജനുവനാണേ. അതെ. റീപ്ലേസ്മെന്റ് 4 ആണ്. ഇത് ഓണർഷിപ്പ് 4 ആണ്. 4. റീപ്ലേസ്മെന്റ്സ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ആക്സിഡന്റ് അല്ല. ആക്സിഡന്റ് ആയ വണ്ടികളൊന്നും ഇവിടെ ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം. LS അല്ലേ? LXi ആണോ? LXi AC പവർ സ്റ്റിയറിംഗ്. AC പവർ സ്റ്റിയറിംഗ് 2010 LXi വണ്ടി 95 രൂപയ്ക്ക് കൊടുക്കാം. 95,000 രൂപ. വണ്ടി ഓവറോൾ കാണാൻ നല്ല വൃത്തിയാണ്. ഒരു ദിവസം ഉണ്ട്. പേപ്പർ ഫോർമാറ്റ് കാര്യങ്ങളെല്ലാം അടിച്ചിട്ടുണ്ട്. വണ്ടി ആ രീതിയിൽ സീറ്റ് കവറൊക്കെ കൊള്ളാം. സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ മേജർ ഇഷ്യൂസ് ഒന്നുമില്ല. ഗോൾഡൻ കളർ ആയതുകൊണ്ടുള്ള ചെറിയൊരു തുരുമ്പ് ഭാഗം, അല്ല വേറെ ഒന്നും കാണുന്നില്ല. അത്യാവശ്യം വണ്ടി വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. പെയിന്റിൽ ചെറിയ വൃത്തിക്കുറവൊക്കെ ഉണ്ട്, ചെറിയ പൊള്ളൽ പോലെയൊക്കെ ഉണ്ട്. എത്ര ചോദിക്കുന്നത്? 95 രൂപയ്ക്ക് കൊടുക്കാം. 95. LXi ആണ്. AC പവർ സ്റ്റിയറിംഗ് ആണ്. ടയറെല്ലാം നല്ല ടയർ, ആക്സിഡന്റ് ഇല്ല, സസ്പെൻഷൻ അടിയാവൊന്നുമില്ല, അത്യാവശ്യം നല്ല ഗിയർ, എഞ്ചിനൊക്കെ നല്ല പക്കാണ്. 2013 കേട്ടൻ, 13 ലാസ്റ്റ് കേട്ടൻ, ഹൈ ക്വാളിറ്റി വണ്ടി, സെക്കൻഡ് ഓണർ. റീപ്ലേസ്മെന്റ്സ് ഒന്നും ഇല്ലല്ലോ? ഇല്ല. ഷോറൂമിൽ കിടക്കുന്ന പുതിയ വണ്ടി എങ്ങനെ ഇരിക്കും അതേ കണക്കിരിക്കും. എന്ത് ഓടിയിട്ടുണ്ട് ചേട്ടാ? 50,000 കിലോമീറ്റർ. അത്ര ഓടിയിട്ടുള്ളൂ? അത്രേ ഓടിയിട്ടുള്ളൂ. പുത്തൻ വണ്ടി എങ്ങനെ ഇരിക്കും അതേ കണക്കിരിക്കും, അകവും പുറമൊക്കെ. സീറ്റ് കവേഴ്സ് കാര്യങ്ങളില്ല, പക്ഷെ വണ്ടി ഓവറോൾ കാണാനൊക്കെ നല്ല സീറ്റ് കവർ ഇല്ല കേട്ടോ. ക്വാളിറ്റി വണ്ടി കൊള്ളാം, ക്വാളിറ്റി ഉണ്ട്, കാണാൻ നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിക്കുകയാണ്. ബാക്ക് സൈഡ് നോക്കിയാലൊക്കെ നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. ഡോർ പാഡ് നോക്കിയാലും നല്ല നീറ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതിൽ 50,000 കിലോമീറ്റർ, നല്ല ഹൈ ക്വാളിറ്റി വണ്ടി. പുതിയ വണ്ടി നമുക്ക് ഷോറൂമിൽ നിന്ന് എടുത്ത് ഓടിക്കുമ്പോൾ എങ്ങനെ ഇരിക്കും അതേ കണക്കിരിക്കും. നല്ല ടയേഴ്സ് കാര്യങ്ങളുണ്ട്, റീപ്ലേസ് ഒന്നുമില്ല. എത്ര ചോദിക്കുന്നത്? 2.5 കൊടുക്കാം. 2.5 ലാസ്റ്റ് ആണോ? 2.5 ആണ്. ഇതിന് ലോൺ കയറുമല്ലോ? ലോണ് കിട്ടും. എത്ര രൂപ ഇറങ്ങാൻ പറ്റും? അതൊക്കെ അത്രയും പൈസ ലോൺ കിട്ടുമെന്ന് തോന്നുന്നു. 2 ലക്ഷം രൂപ അടുപ്പിച്ച് ലോൺ കിട്ടും. ലോൺ ഇടാതെ കൊടുക്കുന്നതാണ് എൻ്റെ രീതി. ലോൺ കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ. അത്യാവശ്യക്കാരുണ്ടെങ്കിൽ ലോൺ കൊടുക്കാം. ലോൺ കൊടുക്കണം, കാരണം അതാ ഈ വരണ ഇവിടെ കിടക്കുന്നുണ്ടാ. അത് ലോൺ ഇടാത്തതുകൊണ്ടാണ് ഒരുപാട് പേര് ലോൺ എടുത്ത കാര്യം ചോദിച്ചു. പിന്നെ അതൊക്കെ മെനക്കേട്, ചെറിയ ലാഭത്തിന് വേണ്ടി ഒരുപാട് കാലം വണ്ടി സ്റ്റേ ആവും. ഇവിടെ ഇങ്ങനെ കിടന്ന അണ്ണൻ അത് നട്ടം തന്നെ അല്ലേ? അതൊന്നും കുഴപ്പമില്ല, നിന്റെ കൂടെ ഇങ്ങ് പോകും. എന്തോ മനുഷ്യനാണ്. നീ വരണ 3 രൂപയ്ക്ക് കൊടുക്കാമെങ്കിൽ ബെസ്റ്റ്. വന്ന് വില അത് കുഴപ്പമില്ല. ഓക്കെ, വരണെ പറ്റി ഒന്ന് പറഞ്ഞു. അത് ഞാൻ പറഞ്ഞില്ലേ, അത് 5ാമത്തെ ഓണറാണെന്നുള്ളൊരു ഒറ്റ കംപ്ലൈൻറ്റേ ഉള്ളൂ. നല്ല ഹൈ ക്വാളിറ്റി വണ്ടി. 1,50,000 കിലോമീറ്റർ. ഏത് വർഷമാണ്? 2013. ഡീസൽ അല്ലേ? ഡീസൽ. 2013 ഡീസൽ. ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടി. 4 എയർ ബാഗ് വരുന്ന വണ്ടി. പുഷ് ബട്ടൺ സ്റ്റാർട്ട്, സ്റ്റിയറിംഗ് കൺട്രോൾസ്, 4 ഡോർ പവർ വിൻഡോ, അങ്ങനെയുള്ള എല്ലാം വരും. മാനുവലാണ്, ഡീസലാണ്. ടൈമിംഗ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കിടക്കുകയാണോ? പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ടോ? സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ബാക്ക് സൈഡ് നോക്കിയാലൊക്കെ നല്ല വൃത്തിയാണ്. ഇതൊക്കെ സ്റ്റാൻഡേർഡ് കക്ഷിക്കാർ ഉപയോഗിക്കുന്നതല്ലേ, കമ്പനിയിൽ സർവീസ് ചെയ്യും, അല്ലാതെ വെളിയിലൊന്നും ചെയ്യത്തില്ല. അപ്പോൾ ബാക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ടോപ്പ് ബ്ലാക്ക് ആക്കിയിട്ടുണ്ടല്ലേ, സ്റ്റിക്കർ ഒട്ടിച്ചേക്കും. സ്റ്റിക്കർ ഒട്ടിച്ചേക്കുക. റീപ്ലേസ്മെൻറ്റ്സ് ഒന്നുമില്ല. എത്ര ചോദിക്കുന്നത്? 3 ലക്ഷം. 3 ലക്ഷം രൂപയ്ക്ക് ഫൈനലിൽ കൊടുക്കും. എന്നാലും ലോൺ ഇട്ട് കൊടുക്കൂല എന്ന് വാശി. എന്തോ പറയാനേ. നല്ല അലോയ് വീൽസ് ഇടപ്പുണ്ട്, നല്ല ഭംഗിയായിട്ടുള്ളൊരു അലോയ് വീൽസും കാര്യങ്ങളുണ്ട്. ടയറെല്ലാം നല്ല ടയറാണ്. എൻജിൻ നല്ല എൻജിൻ. 2007 സ്വിഫ്റ്റ് പെട്രോള് LXi. AC കംപ്ലൈൻറ്റ് ഉള്ളതുകൊണ്ടാണ് കിടക്കുന്നത് കേട്ടോ. 10 രൂപ കൊടുത്താൽ AC ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് സമയം കിട്ടിയില്ല, അത് ചെയ്തതുമില്ല. 1.15 കൊടുക്കാം. 1.25 മറ്റേന് പറഞ്ഞ വില. ഇപ്പോഴ് 1.15 കൊടുക്കാം. നല്ല വണ്ടി, ഓടിക്കാനൊക്കെ നല്ല സുഖം, നല്ല ടയർ, നല്ല ഇൻറ്റീരിയർ, എക്സ്റ്റീരിയർ, LCD ഉണ്ട്. ഒരു 120 ഓടിയിട്ടുണ്ട് വെച്ചിട്ടുണ്ട്. നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങളുണ്ട്. അതൊക്കെ നല്ല AC കേട്ടോ. ചൂട് സമയമാണ്, AC ഇല്ലെങ്കിൽ പാടുവാണ്. പക്ഷേ അത് ശരിയാക്കാനുള്ള സമയം കിട്ടിയില്ല. അതിപ്പോഴേ ഒരാൾ എടുക്കാൻ വരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AC ശരിയാക്കി വെക്കാവോ? അവർ കൊണ്ടുപോയി ശരിയാക്കേണ്ട സമയമല്ല സനൂപേ. ഇത് എല്ലാം കൂടെ ചെയ്യാനേ സമയം വരുന്നില്ല. അതാണ് ഈ വൃത്തിയാക്കാനുള്ള സമയത്തിൻ്റെ കുറവുണ്ട്. ഞാൻ എടുത്തിട്ട് നിങ്ങൾ തന്നെ കൊണ്ടുപോയി ചെയ്യേണ്ടി വരും. ഡോർ പാഡ് കാര്യങ്ങളൊക്കെ നോക്കിയാലും നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്, അതൊന്നും കുഴപ്പമൊന്നുമില്ല. ടയേഴ്സ് നോക്കിയാലും ആവറേജ് ടയേഴ്സ് കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. എത്ര ചോദ്യം? നല്ല ചോദ്യം. 1.25 ചോദിക്കുന്നു. 1.15 കൊടുക്കാം. 2007 LXi.
2006 സാൻഡ്രോ AC പവർ സ്റ്റിയറിംഗ് സിംഗാണ്. 26 ജനുവരി വരെ പേപ്പറുണ്ട്. പിന്നെ 68 രൂപയ്ക്ക് കൊടുക്കാം. നല്ല വണ്ടി. 68,000 രൂപ. സ്റ്റീരിയോ ഇല്ലയോ? സ്റ്റീരിയോ കാണുന്നില്ല. ഇല്ല. ഓക്കെ. പവർ വിൻഡോസ് കാര്യങ്ങളൊന്നുമില്ല. AC ഒക്കെ എങ്ങനെയാണ്, വർക്ക് ചെയ്യുമോ? പിന്നെ AC കൂളിംഗ് ഉണ്ട്. പവർ സ്റ്റിയറിംഗും വർക്കിംഗ് ആണ്. കഴിഞ്ഞ വഴിയിൽ ഇതുപോലൊരു വണ്ടി ഉണ്ടായിരുന്നു, അതല്ലത്. ആ വെള്ള വണ്ടി പോയോ? അത് LX അല്ല, AC മാത്രമേ ഉള്ളായിരുന്നു. ഇത് പവർ സ്റ്റിയറിംഗും ഉണ്ട്. ആ വെള്ള ചുവപ്പൊക്കെ പോയി. തുരുമ്പ് കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിലും വലുതായിട്ട് അങ്ങനൊന്നും കാണുന്നില്ല. അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളായിട്ടൊക്കെ തന്നെ ഇരിക്കുന്നത്. ഡോർ പാഡ് നോക്കിയാലും അതൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. അത്യാവശ്യം ടയറൊക്കെ ഉണ്ട്. 65 രൂപ. 68 രൂപ. 68. ഇതിപ്പം ക്രിസ്മസ് ആയിട്ട് 60 രൂപയ്ക്ക് കൊടുക്കാം. 2007-8 രജിസ്ട്രേഷൻ, 28 വരെ പേപ്പറുണ്ട്. 60,000 രൂപ ലാസ്റ്റ്. 70 നിന്ന് ഇതുവരെ എത്തി. 60 ഇനി വിറ്റ് പോട്ടെ. നല്ല വണ്ടി. ഇതൊക്കെ എടുത്തോണ്ട് പോയി ഓടിച്ചാൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യണ്ട. ചെറിയ എന്തെങ്കിലുമൊക്കെ പാച്ചർ കഴിയിലുണ്ടോയെന്നും അറിയില്ല. ഈ ഭാഗത്തൊന്നുമില്ല. മൽഗാടിൻ്റെ ഭാഗത്ത് ഒരു ചെറിയ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ, ബാക്കിൽ. അല്ലാതെ നല്ല വണ്ടി, അതൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ടയർ കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. ടയറിൻ്റെ എല്ലാം ഉണ്ട്. സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഫ്ലോർ മാറ്റ് ഉണ്ട്, അങ്ങനെയുള്ളതുണ്ട്. പിന്നെ ഇപ്പോൾ ഈ ഇത്രയും പഴയ ഇതൊക്കെ നല്ല എഞ്ചിനും നല്ല സസ്പെൻഷൻ, നല്ല വണ്ടി, നല്ല AC കൂളിങ്, MBFI ആണ്, കാർബറേറ്റർ അല്ല. തുരുമ്പും കാര്യങ്ങളും ഇല്ല. തുരുമ്പൊന്നുമില്ല. തുരുമ്പ് ചെറിയ അതാണ്ട് ഇവിടെ 2008 28 വരെ പേപ്പറുണ്ട്. ഇവിടെ ഒരു ചെറിയ ഞണക്കുള്ളത് കാരണമാണ് ആരും എടുക്കാത്തത്. പക്ഷേ അതൊന്നും വണ്ടിയെ സംബന്ധിച്ചൊരു വിഷയമില്ല. അതൊന്നും ഇടിച്ചതൊന്നുമില്ല. ചെറിയൊരു ഞണക്ക് തട്ടി നൂത്തത് വൃത്തിയായില്ല. ടച്ച് ചെയ്യാതൊരു സമയം കിട്ടിയില്ല. 3ാമത്തെ ഓണർ അല്ലേ? സിംഗിൾ ഓണർ ഈക്കോയാണ്. 72,000 കിലോമീറ്ററേ ഓടിയിട്ടുള്ളൂ. നല്ല വണ്ടി. അത് 1.5 രൂപയ്ക്ക് കൊടുത്താലേ മുതലാവും. ഇപ്പം ഒരു വീഡിയോയിൽ കാണിച്ചിട്ട് പോയില്ല. 1.35 കൊടുക്കും കേട്ടോ. നഷ്ടം. നഷ്ടം. ഇത് വലിയ പൈസ നഷ്ടം വരുന്നതാണ്. ഇത് 1.5 രൂപയ്ക്ക് കൊടുത്താലും നഷ്ടമായിരുന്നു. പക്ഷേ ഇതിനകത്ത് പണി വന്നു. ഞാൻ അത് കഴിഞ്ഞതിനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി 1.35 കൊടുക്കും കേട്ടോ. 2025 ലാസ്റ്റിൽ റീടെസ്റ്റ് വരും. 72,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ടയറെല്ലാം കൊള്ളാം. AC നല്ല കൂളിംഗ് ആണ്. 5 സീറ്റാണ്. ഒക്കെയാണ്. നല്ല വണ്ടി. എത്ര ചോദിക്കുന്നത്? 1.35. 1.35 കൊടുക്കാം. റീപ്ലേസ്മെന്റ്സ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. അങ്ങനെ ആക്സിഡൻ്റ് ഒന്നുമില്ല. ഗ്ലാസ് ഒന്നും മാറിയിട്ടില്ല. അവിടെ ആക്സിഡൻറ്റ് വണ്ടികളില്ല. അങ്ങനെ ഡോർ പാഡും ഒക്കെ കൊള്ളാം, നല്ല വൃത്തിയാണ്, ഒന്നും കുഴപ്പമില്ല. ടയേഴ്സൊക്കെ നോക്കിയാലും അത്യാവശ്യം നല്ല ടയർ കാര്യങ്ങൾ കിടപ്പുണ്ട്. ഓവറോൾ വണ്ടി കാണാനൊക്കെ കൊള്ളാം. വലിയ വൃത്തിയുടെ കാര്യങ്ങളൊന്നും കാണാനില്ല. നല്ല വണ്ടി, ഓടിക്കാനൊക്കെ നല്ല സുഖമുള്ള വണ്ടി. ഇതുവരെ കണ്ടിട്ടില്ല. വണ്ടി ഓക്കെയാണ്. എല്ലാ സൈഡ് കൊണ്ട് നോക്കുമ്പോഴും വണ്ടി കാണാനൊക്കെ കൊള്ളാം. അനൂപ്, ഇത് 2013 റിനോ ആണ്. തുച്ഛമായ 60,000 കിലോമീറ്ററേ ഓടിയിട്ടുള്ളായിരുന്നു. ഞാൻ ഒരു 2-3 വീഡിയോയ്ക്ക് മുമ്പ് ഒരു കക്ഷിക്ക് കൊടുത്താണ്. അദ്ദേഹം ഗൾഫിൽ പോയ സമയത്ത് അദ്ദേഹം റിട്ടേൺ തന്നിട്ട് പോയി. നല്ല സൂപ്പർ വണ്ടി. വെറും 60,000 കിലോമീറ്റർ. പുതിയ വണ്ടി ഓടിക്കുമ്പോൾ എങ്ങനെ ഇരിക്കും അതേ കണക്കിരിക്കും. പക്ഷേ വെളിയിലെ പെയിൻറ്റ് മോശമാണ്. ഓടാതെ കിടന്ന് വെളിയിലെ പെയിൻറ്റ് മോശമായിട്ടുണ്ട്. ഒരു പണിയില്ല. പണിയുള്ള എല്ലാം ചെയ്ത് നല്ല കണ്ടീഷനിൽ കിടക്കുകയാണ്. ഇത് ഓണർഷിപ്പ് എത്രയാ? ഓണർഷിപ്പ് 3 അത് ഇപ്പോഴൊരു ഓണർ മാറിയായിരുന്നു. അങ്ങനെ 3ാമത്തെ ഓണർഷിപ്പാണ്. നല്ല ക്ലീൻ വണ്ടിയാണ് കേട്ടോ. ബോഡിയുടെ പുറത്ത് പെയിൻറ്റ് മോശമുണ്ട്. ഫ്ലോറൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ല നല്ല കണ്ടീഷനാണ് വണ്ടി. ബാക്ക് സൈഡ് പുതിയ വണ്ടി ഓടിക്കുന്നത് പോലെ ഇരിക്കും. ടയറെല്ലാം നല്ല ടയർ. 60,000 കിലോമീറ്റർ. അതാ വണ്ടി സ്റ്റാർട്ടാക്കുമ്പോൾ അറിയാം. ടോപ്പൊക്കെ വൃത്തിയായിട്ടിരിക്കുക. ഇത് സ്പീക്കറിൻ്റെ എന്താ ഊരി കിടക്കുന്നത്? സ്പീക്കർ അത് എടുത്ത് ഫിറ്റ് ചെയ്യാൻ സമയം കിട്ടിയില്ല. ഇതൊക്കെ എടുത്തൊന്ന് കയറ്റി വെച്ചാൽ മതി, വേറെ കാര്യമൊന്നുമില്ല. അതൊക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കുമല്ലോ. ഇതൊക്കെ ക്ലീൻ ആയിക്കോളൂ. അതൊക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കത്തില്ലയോ? ഇത് സ്കൂൾ ഓട്ടത്തിനൊക്കെ ഏറ്റവും പറ്റിയ വണ്ടിയാണ്. ലോങ് പോകാനൊക്കെ 10-16 മൈലേജ് ചെയ്ത് കൊടുക്കുമോ? അത് ബോൾട്ടിട്ടാ അതിലെ ക്ലിയർ ആവാം. അതൊന്നും വലിയ പണിയല്ല. ചെറിയ ചെറിയ പണികൾ മാത്രമേ ഉള്ളൂ. അല്ലാതെ വലിയ മേജർ ഇഷ്യൂസ് ഈ വണ്ടിക്കൊന്നുമില്ല. മെക്കാനിക്കലി, സസ്പെൻഷൻ, ഗിയർ ബോക്സ്, എൻജിനൊക്കെ 100% പക്കാണ്. അപ്പോൾ ആ രീതിയിലെല്ലാം വണ്ടി കൊള്ളാം. ചെറിയ ബാക്ക് ബമ്പറിൽ ചെറിയ പെയിന്റ് പോയി പാച്ച് വർക്ക് പോലെയുണ്ട്. അത് ഹോളുകൾ കാര്യങ്ങളൊക്കെ വീണിട്ടുണ്ട്. അന്നൊരു വിഷയമുള്ളതല്ല കേട്ടോ. വണ്ടി ടോട്ടലി നല്ല വണ്ടിയാണ്.
ഒരു 16-17 മൈലേജ് കിട്ടുന്നുണ്ട് യൂസ് ചെയ്യുന്ന പാർട്ടിയും പറഞ്ഞ് മറ്റേ കൊടുത്ത വണ്ടിയിലും അതാണ്. ഞാൻ മുമ്പ് റെനോ കൊടുത്തിട്ടുണ്ടായിരുന്നു, അദ്ദേഹം നല്ല രീതിയിൽ അതിപ്പോൾ യൂസ് ചെയ്യുന്നു. ക്ലീൻ വണ്ടിയാ. ഈ സൈഡ് ഇതെന്താ പണിയൊക്കെ വേണോ? അല്ല, ഈ പീസ് ചീത്തയായി പോയത് മേടിച്ച് ഫിറ്റ് ചെയ്ത് പെയിന്റ് അടിച്ചില്ല. പുതിയ പീസ് മേടിച്ച് ഫിറ്റ് ചെയ്തിട്ട് പെയിന്റ് അടിച്ചില്ല. ടയറെല്ലാം നല്ല ടയറാണ്. ടയറൊക്കെ കൊള്ളാം. പാച്ച് വർക്കൊന്നുമില്ല. ബോഡിയുടെ അടിയൊക്കെ നല്ല നല്ല ഫിനിഷിങ് ഇരിക്കുകയാണ്. ഈ ബമ്പറിൽ മാത്രമേ പാച്ച് വർക്കുള്ളൂ. 1.45 കൊടുക്കാം. 1.45? അതെ, പുതിയ ഇൻഷുർ എടുത്ത്, അല്ലെങ്കിൽ 1.35 കൊടുക്കാം. ഇൻഷുർ തീർന്നു നിൽക്കുകയാണ്. 9 ചില്ലറ ഇൻഷുറൻസിനാവും. ഇൻഷുറൻസ് ഉൾപ്പെടെയാണോ 1.45? അതെ 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 അതെ, ഉൾപ്പെടെ. നല്ല ക്വാളിറ്റിയാണ് വണ്ടി. ഒരു 7 സീറ്റർ എടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഭംഗിക്കുറവുണ്ട് വണ്ടിക്ക് കേട്ടോ. അല്ലാതെ ഒരു കുഴപ്പമില്ല. ഉള്ളു നല്ല രസമാണ്, അകം നല്ല രസമുണ്ട് വണ്ടിക്ക്. സനൂപ് ഇവിടുന്ന് എടുത്തുകൊണ്ട് പോയ വണ്ടിക്ക് എന്തെങ്കിലും ഫാൾട്ട് ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ കമൻറ്റിൽ ഇടാൻ പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ അങ്ങനെ ആരും വിട്ടതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. ചെറിയ എന്തെങ്കിലും ഇഷ്യൂസ് അല്ലാതെ മേജർ ഇഷ്യൂസ്, പ്രത്യേകിച്ച് 15 വർഷം പഴക്കമായ വണ്ടികളൊക്കെയല്ലേ കൂടുതൽ ഞാൻ കൊടുക്കുന്നത്. അതിന് എൻജിൻ സംബന്ധമായോ ഗിയർ ബോക്സ് സംബന്ധമായോ എന്തെങ്കിലും വിഷയമുള്ളതായിട്ടൊന്നും ഒരിതുമില്ല. ഞാൻ നല്ല വ്യക്തമായിട്ട് നോക്കിയാണ് എടുക്കുന്നത്. ഞാൻ മുന്നുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് അറിയാവുന്നതുകൊണ്ടാണ് ആ ജോലി ചെയ്യുന്നതാണ്. അപ്പോൾ ഇതുവരെ അങ്ങനെ ആരും കുറ്റം പറഞ്ഞിട്ടില്ല, വലിയ ഇഷ്യൂസൊന്നും ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ അതൊരു വിജയമായിട്ടാണ് ഞാൻ കണക്ക് കൂട്ടുന്നത്. അപ്പോൾ ഇനി ആരെങ്കിലും വന്ന് എടുത്താലും എൻജിൻ്റെ ഭാഗത്തൊക്കെ ഞാൻ ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. അവരുടെ കൂടെ ഉണ്ട്. എന്തെങ്കിലും വിഷയം വന്നാൽ മേജർ ഇഷ്യൂസിനില്ല, അല്ലാതെ ചെറിയ ചെറിയ കംപ്ലൈൻറ്റിനൊന്നും അല്ല. ഞാൻ പറയാം, ഈ എൻജിന് ഒരു വാറണ്ടി കൊടുക്കുന്നുണ്ടല്ലോ, അത് ഏകദേശം എത്ര മാസത്തേക്കാണ്? അടുത്ത കാലത്തൊന്നും ചീത്തയാവാത്ത എൻജിനാണ് എടുക്കുന്നത്. അവിചാരിതമായിട്ട് അറ്റാക്ക് വന്ന് മരിച്ചോവെങ്കിലേ ഉള്ളൂ. അങ്ങനെയല്ല, അല്ലാതെ ഈ എൻജിനൊന്നും കുഴപ്പമുള്ള എൻജിനുകളൊന്നും അല്ല. അത് നമുക്കൊരു പണിയാവാറായി വരുന്ന എൻജിനെ നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റും. ഓയിലൊക്കെ കുടിക്കുന്നതൊക്കെ നമുക്കറിയാൻ പറ്റും. അത് അങ്ങനെയൊക്കെ ഉള്ളത് നോക്കിയാണ് എടുക്കുന്നത്. അടുത്ത കാലത്തൊന്നും ഒന്നും സംഭവിക്കില്ല. ഒരു 2-3 മാസത്തിനൊക്കെ എൻജിൻ എന്തെങ്കിലും വിഷയം വന്നാൽ അവരെന്നെ വിളിക്കട്ടെ, അന്നൊരു വിഷയമല്ല. കച്ചവടമല്ലേ, അവരല്ലേ നമ്മുടെ ദൈവം, കസ്റ്റമേഴ്സ്. അതെ, അവരെ നമ്മളിപ്പം വെറുപ്പിക്കാനൊന്നും പാടില്ലല്ലോ. നമുക്ക് എന്നും ചെയ്യാനുള്ള തൊഴിലല്ലേ ഇത്, അതുകൊണ്ട് ജീവിക്കുന്നവരല്ലേ നമ്മൾ. അപ്പോൾ അവർക്ക് അതുകൊണ്ടൊരു വിഷയം വരാത്ത രീതിയിലുള്ള എല്ലാ ഹെൽപ്പുകളും ചെയ്യും. പിന്നെ ബ്രേക്ക് പാഡ് തീരുന്നതോ ബൾബ് വീസാവുന്നതോ അതുപോലെയുള്ള നോബില്ലാത്തതോ ഒരു സ്വിച്ച് വർക്കാവാത്തതോ ഒന്നും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. മേജർ ഇഷ്യൂസ് അതൊക്കെ പഴയ വണ്ടികൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. അതൊക്കെ തേഞ്ഞ് തീരുന്ന പുതിയത് മേടിച്ച് വെച്ചേ പറ്റൂ. എല്ലാമൊന്നും നമുക്ക് പുതിയത് മേടിച്ച് വയ്ക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവർക്കുണ്ടാകുന്ന മേജർ ഇഷ്യൂസിന് അവരുടെ കൂടെ ഞാനുണ്ട്. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ, ഞാൻ ചതിച്ചു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇന്ന സ്ഥലത്തുനിന്ന് മേടിച്ച് എനിക്ക് ചതി പറ്റി, ഞാൻ ആ ചതി മാറ്റി കൊടുക്കാൻ തയ്യാറാണ്. അങ്ങനെ ആരെയും പറഞ്ഞ? അല്ല, ഇതുവരെ പറഞ്ഞിട്ടില്ല. അല്ല, അങ്ങനെ ആരെയും പറഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ ആർക്കും പറ്റില്ല എന്നുള്ളൊരു വിശ്വാസം ഞാൻ കൊടുക്കുകയാണ്. അതെൻ്റെ ഒരു വിശ്വാസമാണ്. ആ വിശ്വാസത്തിന് ഇതുവരെ ഒരു ഭംഗവും വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ഉറപ്പിച്ച് പറയുന്നത്. ഓക്കെ, അപ്പം കച്ചവടമൊക്കെ നല്ല രീതിയിൽ നടക്കട്ടെ. കച്ചവടം ഉണ്ട്. സനൂപിൻ്റെ വീഡിയോ വന്നേ പിന്നെ ഒരുപാട് വണ്ടികൾ വിറ്റ് പോവുകയല്ലേ. പണ്ടത്തെ പോലെ അല്ലല്ലോ, ഇപ്പോൾ വേറെ ലെവലിലേക്ക് ആയില്ലേ. നെക്സ്റ്റ് സ്റ്റെപ്പ് അങ്ങനെയാണ്. അപ്പോൾ അതിപ്പോൾ ലാഭമൊന്നും വലിയ വിഷയമൊന്നുമില്ല. നഷ്ടത്തിനൊക്കെ തന്നെയാണ് കുറേ വണ്ടികൾ കൊടുക്കുന്നത്. ലാഭം കിട്ടുന്നതിൽ അങ്ങനെയും കൊടുക്കും. എന്നാലും വലിയ ലാഭമൊന്നും ആരെയൊന്നും എടുക്കാറില്ല. അത്യാവശ്യം നല്ല വണ്ടികൾ എടുക്കുന്നത്. ഇങ്ങനെയൊക്കെ തന്നെ പഴയ വണ്ടിയുടെ കച്ചവടം അല്ല, ഇതിനപ്പുറമൊന്നും അല്ല. ഇത്രയൊക്കെ പറ്റുമോ നമുക്ക്, അത്രയേ ഉള്ളൂ. അപ്പോൾ ക്രിസ്മസ് അങ്ങ് തൂത്തുവാരുക. എല്ലാവർക്കും നല്ലതായിരിക്കട്ടെ. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം അവസാനിച്ചിട്ടുണ്ട്. അണ്ണന് പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിശ്വസിച്ച് നിങ്ങൾക്ക് വന്ന് വണ്ടികളെടുക്കാം. ആർക്കെങ്കിലും ഈ എസ്റ്റിലെ വേണമെങ്കിൽ എടുക്കടെയാണ്. എപ്പോൾ വന്നാലും എന്നെ ഇതും പറഞ്ഞ് കളിയാക്കിയാണ്. ഞാൻ വന്നപ്പോൾ ആദ്യം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. കാരണം എൻ്റെ കാശില്ല, എല്ലാവരും ഞാൻ എടുത്തേനെന്ന് പറഞ്ഞു പോയി. അതിനുശേഷം ഈ വണ്ടി പോകാത്തതിന് എന്നെ ഇട്ടങ്ങ് ട്രോളായി. എപ്പോൾ കണ്ടാലും നീ പറഞ്ഞതിന് ശേഷം ഈ വണ്ടി മാത്രം ഇവിടെ പോകുന്നില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് എസ്റ്റിൽ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വണ്ടി വന്ന് എടുത്തോട്ട് പോളെ. അപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വിലയിലുള്ള നല്ല നല്ല വണ്ടികൾ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ലോണൊക്കെ തരാതിരിക്കൊന്നുമില്ല. നമ്മളൊന്ന് പ്രസ് ചെയ്യണം. കാരണം പുള്ളിക്ക് അതിൻ്റെ പുറകെ നടക്കാൻ വയ്യാതെ എൻ്റെ മെനക്കേട് കൊണ്ടാണ് പുള്ളിയെ ചെയ്യാത്തത്. പക്ഷെ ചെയ്ത് തരാതെ ഒന്നുമില്ല. അത് പുള്ളി എന്നോട് പറഞ്ഞിട്ട് ചെയ്യാൻ തനുവേ, പിന്നെ അതിൻ്റെ പുറകെ നടക്കണം, എനിക്ക് വാങ്ങിക്കുന്നവർക്ക് പലിശ കൂടുതലാണ്, ഇതൊക്കെയാണ് പുള്ളി പറയുന്നത്. അപ്പോൾ എന്നാലും സാരമില്ല, നമുക്ക് വണ്ടി മതി, വണ്ടി എങ്ങനെയെങ്കിലും എടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശമെങ്കിൽ അത് പുള്ളിയെടുത്ത് അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി. പുള്ളി അപ്പോൾ ലോൺ തരും. അപ്പോൾ അങ്ങനെ എടുക്കാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകരിച്ചാണെന്നുള്ള വിശ്വാസത്തോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കണം. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ കാണും വരെ ബൈ.